പുസ്തകങ്ങളും രചയിതാക്കളും പഠിച്ചേക്കാം. ആത്മകഥകളും മറ്റുമൊക്കെ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയുടെ ആത്മകഥ അതിജീവനം എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. മെത്തയിലാണ് ജീവിക്കുന്നത്. ഓക്കെ, വിശ്വാസ് മേത്ത ജീവിക്കുന്നത് മെത്തയിലാണ് കേട്ടോ. വിശ്വാസ് മേത്ത അതിജീവനം എന്ന് പഠിച്ചു. ഓക്കെ, കെ എം മാണിയുടെ ആത്മകഥയുടെ പേരും ആത്മകഥ. അപ്പൊ കെ എം മാണിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് പഠിച്ചു. ഇനി ഗോത്ര മഹാസഭ അധ്യക്ഷയും പ്രമുഖ വനവാസി നേതാവുമായ സി കെ ജാനുവിന്റെ ആത്മകഥ. സി കെ ജാനു അടിമമക്ക. അടിമമക്ക പഠിച്ചിട്ടുണ്ട് നമ്മൾ. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ യു ഷറഫ് അലിയുടെ ആത്മകഥയുടെ പേര് സെക്കൻഡ് ഹാഫ്. ഈ ക്ലാസിന്റെ ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞതാണ്. സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ഒരു കാര്യം പഠിക്കും നമ്മളത്. യു ഷറഫ് അലിയെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് PSC സ്മരിച്ചു. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചാണല്ലേ. മേഴ്സിക്കുട്ടൻ മാറി. മേഴ്സിക്കുട്ടൻ മാറിയിട്ടാണ് ആര് വരുന്നത്? യു ഷറഫ് അലി വരുന്നത്. അപ്പൊ ഇന്ത്യൻ മുൻ ഫുട്ബോൾ താരവും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ വ്യക്തിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷറഫ് അലി. അദ്ദേഹത്തിന്റെ ആത്മകഥ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സെക്കൻഡ് ഹാഫ് എന്ന് നോട്ട് ചെയ്തു. അപ്പോ സി കെ ജാനുവിന്റെ ആത്മകഥ അടിമമക്ക. വിശ്വാസ് മേത്തയോ അതിജീവനം. ആത്മകഥ കെ എം മാണി ആത്മകഥയാണ്. ISRO ചെയർമാൻ എസ് സോമനാഥന്റെ ആത്മകഥ പിൻവലിച്ചു. ആത്മകഥയുടെ പേരെന്തായിരുന്നു അറിയോ? അതിനകത്ത് ചിലപ്പോ ഈ ആത്മകഥ എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ എന്റെ ആത്മകഥ എഴുതുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളെ ആത്മകഥ എഴുതുകയാണെങ്കിൽ അത് ചിലരെയൊക്കെ എങ്കിലും മാനസികമായിട്ട് വിഷമിപ്പിക്കും അല്ലെ? നമ്മൾ മനുഷ്യന്മാരല്ലേ. നമ്മളൊരു ആത്മകഥ എഴുതുകയാണെങ്കിൽ നമ്മളോട് ചുറ്റുമുള്ള ആളുകളെ ചില അവസരത്തിൽ നമ്മൾ തുറന്നെഴുത്താണല്ലോ ഈ ആത്മകഥ എന്ന് പറയുന്നത് അല്ലെ? അപ്പോ സ്വാഭാവികമായിട്ടും വേദനിപ്പിക്കൽ ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെയുള്ളതാണ്ടാണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണെങ്കിലും അത് പിൻവലിച്ചു. എന്തായിരുന്നു അതിന്റെ പേര്? നിലാവ് കുടിച്ച സിംഹങ്ങൾ. ISRO ആണല്ലോ, ചന്ദ്രയാനൊക്കെ ആണല്ലോ ഇയാളുടെ മെയിൻ പരിപാടി. നിലാവ്, ചന്ദ്രൻ നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന് പഠിച്ചു. ഇയാളൊരു സിംഹകുട്ടിയാണല്ലോ അല്ലെ? അപ്പൊ നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന് പഠിച്ചു. പിന്നെ ഇത് കിട്ടൂലേ, ഫുട്ബോൾ ആണ് സെക്കൻഡ് ഹാഫ്. അടിമ, ജാനുവിന്റെ ആത്മകഥ അടിമമക്ക കിട്ടൂലേ? ഓക്കെ, യെസ്. അപ്പൊ 5 പേരുടെ പുസ്തകങ്ങൾ, ആത്മകഥകൾ നമ്മളിപ്പോ പഠിച്ചു. വിശ്വാസ് മേത്ത മെത്തയിലാണ് ജീവനം അതിജീവനം. കെ എം മാണി ആത്മകഥ. സി കെ ജാനു അടിമമക്ക. യു ഷറഫ് അലി സെക്കൻഡ് ഹാഫ്. ISRO ചെയർമാൻ സോമനാഥിന്റെ ആത്മകഥ നിലാവ് കുടിച്ച സിംഹങ്ങൾ. 5 സെറ്റ്. യെസ്, കിട്ടിയില്ലേ? 5 കിട്ടിയില്ലേ? കിട്ടാത്തവരുണ്ടോ? ചോദിക്കണേ. കിട്ടാത്തവരുണ്ട് ചോദിക്കണേ. യെസ്, EMSന്റെയും KR ഗൗരിയമ്മയുടെയും അന്നാച്ചാണ്ടിയുടെയും ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയായിരുന്നു അല്ലേ? യെസ്. നെക്സ്റ്റ്, മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. അദ്ദേഹത്തിന് അങ്ങനെയല്ലേ വരുള്ളൂ അല്ലെ? മാധവ് ഗാഡ്ഗിൽ എന്ന് കേൾക്കുമ്പോ തന്നെ പശ്ചിമഘട്ടം നമുക്ക് ഓർമ്മ വരില്ലേ? മാധവ് ഗാഡ്ഗിൽ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥ. കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥ 4 Stars of Destiny. മനോജ് മുകുന്ദ് നരവന കേട്ടോ. 4 പേരെയാണ്, 4 താരങ്ങൾ 4 Stars of Destiny എന്ന് പഠിച്ചു. മനോജ് മുകുന്ദ് നരവന. ഓക്കെ, 4 Stars of Destiny എന്ന് പഠിച്ചു വെക്കാം. മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയുടെ പേരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നും ഓർത്ത് വെക്കാം. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ കേട്ടോ. യെസ്, അപ്പൊ അതും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ?
കിട്ടിയില്ലേ? കെ എം മാണിയുടെ ആത്മകഥ ഏതാ? കെ എം മാണിയുടെ ആത്മകഥ ഏതാണ്? ആത്മകഥയാണ് എന്ന് പഠിച്ചു നോക്കാം അല്ലെ? യെസ്. ഇനി പിന്നെ 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 മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന് പഠിച്ചു നോക്കാം. നമ്മുടെ എസ് സോമനാഥന്റെ ആത്മകഥ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് സോമനാഥന്റെ ആത്മകഥ യെസ് നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന് പഠിച്ചു നോക്കാം. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നുള്ളതാണ്. മനോജ് മുകുന്ദ് നരവന കേട്ടോ, മുൻ കരസേനാ മേധാവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് വെച്ചു. പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടെ ആത്മകഥ. രമേശ് ചെന്നിത്തല അറിഞ്ഞതും അറിയാത്തതും. നിങ്ങൾ അറിഞ്ഞതും ഉണ്ട് അറിയാത്തതും ഉണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക്. അറിഞ്ഞതും അറിയാത്തതും അതാ പ്രശ്നം. അതാണ് ആത്മകഥയുടെ പ്രശ്നം. അതാണ് ആത്മകഥയുടെ പ്രശ്നം. അറിഞ്ഞതും അറിയാത്തതും അതിനകത്ത് അറിയേണ്ടി വരും അല്ലെ? അപ്പൊ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആത്മകഥയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അറിഞ്ഞതും അറിയാത്തതും എന്ന് പഠിച്ചു നോക്കാം. 2023 ഡിസംബറിൽ പ്രസിദ്ധീകരിക്കുന്ന ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥ. ഇതൊക്കെ റീസെന്റ് ആണ്. എം ലീലാവതിയുടെ ആത്മകഥയുടെ പേര് ധ്വനിപ്രയാണം എന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, ലീലാവതിയുടെ ആത്മകഥം ധ്വനിപ്രയാണം എന്ന് പഠിച്ചു കേട്ടോ. ഓക്കെ, ധ്വനിപ്രയാണം. ഓക്കെ, യെസ്. ഉമ്മൻചാണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ, വിഷമിക്കണ്ട. ഉമ്മൻചാണ്ടി സാറൊക്കെ വരുന്നുണ്ട് കേട്ടോ. യെസ്. അപ്പൊ 2023 ഡിസംബറിൽ പ്രസിദ്ധീകരിക്കുന്ന ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥം ധ്വനിപ്രയാണം എന്ന് പഠിച്ചു നോക്കാം. ധ്വനിപ്രയാണം, ലീലാവതി ധ്വനിപ്രയാണം. ഓക്കെ, ലീലാവതി ധ്വനിപ്രയാണം. രമേശ് ചെന്നിത്തലയുടെ ആത്മകഥ ഏതാ? അറിഞ്ഞതും അറിയാത്തതും. കെ എം മാണിയോ? ആത്മകഥ. വിശ്വാസ് മേത്തയോ? അതിജീവനം. കിട്ടിയില്ലേ? മുൻ കരസേനാ മേധാവിയായിരുന്ന മനോജ് മുകുന്ദ് നരവന 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി കേട്ടോ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കിട്ടും. മാധവ് ഗാഡ്ഗിലോ? പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. കിട്ടിയോ? കിട്ടിയില്ലേ? കിട്ടിയോ? ആ, കിട്ടണം. നെക്സ്റ്റ്, പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ചിന്തകനുമായ ഡോക്ടർ എം കുഞ്ഞാമന്റെ ആത്മകഥ എതിര്. കുഞ്ഞാമന്റെ ആത്മകഥ എതിര്. നമ്മുടെ പിള്ളേര് വീട്ടിലൊക്കെ കുഞ്ഞുമക്കളോട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചിലപ്പോ എതിര് നിൽക്കും. ഇവിടെ വാടാന്ന് പറഞ്ഞാൽ ഞാൻ പോടാന്ന് പറയും അല്ലെ? അപ്പൊ കുഞ്ഞാമൻ എതിരെ എന്ന് പഠിച്ചു വെക്കാം. കുഞ്ഞാമൻ കുഞ്ഞുമക്കളാന്ന് പഠിച്ചു വെക്കാം. പറയുന്നതിന് എതിര് പറയും, തർക്കുത്തരം പറയും അല്ലെ? കുഞ്ഞാമൻ എതിരെ എന്ന് അങ്ങനെ കണക്ട് ചെയ്തു വെക്കാം. കുഞ്ഞാമൻ എതിര്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥയുടെ പേര് വിശ്വാസപൂർവം. കുഞ്ഞാമൻ എതിരെ എന്ന് പഠിച്ചു വെക്കാം. വിശ്വാസപൂർവം എന്നുള്ളതാണ് എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥയുടെ പേര്. വിശ്വാസം അല്ലോ. എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പഠിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണല്ലോ അല്ലെ? വിശ്വാസപൂർവം. ONV കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തു. അക്ഷരം എന്ന കവിതാ സമാഹാരം ഏതിലേക്ക് വിവർത്തനം ചെയ്തു? അക്ഷര എന്ന പേരിലേക്ക് കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തു. സുഷമ ശങ്കറാണ് വിവർത്തനം ചെയ്തത്. ആരെ? സുഷമ ശങ്കർ. അപ്പൊ അതെങ്ങനെ പഠിക്കാം? ONVയുടെ മലയാളത്തിലുള്ള അക്ഷരം കന്നഡയിലേക്ക് അക്ഷരയായി വിവർത്തനം ചെയ്താൻ ഭയങ്കര എന്തായിരുന്നു? ക്ഷമയോട് കൂടിയിട്ടാണ് വിവർത്തനം ചെയ്തത്. സുഷമാ ശങ്കർ കേട്ടോ. കാരണം മലയാളത്തിലുള്ള ONVയുടെ കവിതയൊക്കെ കന്നഡയിലേക്ക് വിവർത്തനം ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണം. ആരാ ചെയ്തത്? സുഷമാ ശങ്കർ എന്നതിനോട് ചെയ്തു. അപ്പൊ അത് ഓക്കെ അല്ലേ? എന്നാ പറ, മാധവ് ഗാഡ്ഗിലിന്റെ പ്രണയം ആരോടായിരുന്നു? പശ്ചിമഘട്ടം ഒരു പ്രണയകഥ അല്ലെ? യെസ്. ഇനി കെ എം മാണിയുടെ ആത്മകഥ എന്തായിരുന്നു? കെ എം മാണിയുടെ ആത്മകഥ എന്നുള്ളതായിരുന്നു.
അല്ലെ? രമേശ് ചെന്നിത്തലയുടെ ആത്മകഥയോ? അറിഞ്ഞതുകൊണ്ട് അറിയാത്തതുകൊണ്ട് ഗവൺമെന്റിന്റെ കയ്യിൽ എന്ന് പറഞ്ഞ യെസ്, അറിഞ്ഞതും അറിയാത്തതും. ലീലാവതിയുടെ ആത്മകഥ, ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥ. ലീലാവതി, ലീലാവതി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ധ്വനിയാണ് അല്ലെ? ലീലാവതി, ലീലാവതി, വതി എന്ന് പറയുമ്പോൾ ഒരു ധ്വനിയാണ്, ധ്വനിപ്രയാണം എന്ന് പഠിച്ചു. ഇനി ഇല്ലെങ്കിലും അങ്ങനെ പറയാം കേട്ടോ. യെസ്, അപ്പൊ അതങ്ങനെ കേട്ടോ. യെസ്, അടുത്തത് വ്യവസായിയും കല്യാൺ ജ്വല്ലേഴ്സ് സ്ഥാപകനുമായ TS കല്യാണരാമന്റെ ആത്മകഥ ദ ഗോൾഡൻ ടച്ച്. ഗോൾഡൻ ടച്ച്. വ്യവസായിയും കല്യാൺ ജ്വല്ലേഴ്സിന്റെ സ്ഥാപകനും അല്ലെ? കല്യാൺ ജ്വല്ലേഴ്സിന്റെ സ്ഥാപകനൊക്കെ പിന്നെ ഈ ആത്മകഥയുടെ പേരിൽ ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ, ദ ഗോൾഡൻ ടച്ച്. സാഹിത്യകാരൻ സേതുവിന്റെ ആത്മകഥ നമ്മൾ പഠിച്ചതാണ്, അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. ഇങ്ങനെ സങ്കല്പിക്കുക, ഒരു അക്ക എഴുതുക, എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ആ ആ ഈ ഈ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊത്തി വെക്കുക കേട്ടോ. ആരാ എഴുതിയത്? സേതു. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. ഇതൊക്കെ നിങ്ങൾ ഓർത്തോളും, അതിനാണ് ഇങ്ങനെ കോമാളിത്തരം പറയുന്നത് കേട്ടോ. യെസ്, അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എഴുതിയത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ സേതു എന്ന് പഠിച്ചു നോക്കാം. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. അപ്പോ വ്യവസായി കല്യാൺ ജ്വല്ലേഴ്സ് സ്ഥാപകനുമായ TS കല്യാണരാമന്റെ ആത്മകഥയുടെ പേര് ദ ഗോൾഡൻ ടച്ച് എന്ന് പഠിച്ചു നോക്കാം. സേതുവിന്റെ ആത്മകഥ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്നും പഠിച്ചു. രമേശ് ചെന്നിത്തലയുടെയോ? അറിഞ്ഞതും അറിയാത്തതും. ഓക്കെ, ഞാനൊരു ആത്മകഥ എഴുതും എന്തായാലും. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആരും വായിച്ചില്ലെങ്കിലും ഞാനൊന്ന് എഴുതും എന്തായാലും. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. മുൻ മന്ത്രി KK ശൈലജയുടെ ആത്മകഥ. മുൻ മന്ത്രി, ആരോഗ്യമന്ത്രി, ഏറ്റവും കൂടുതൽ ഈ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MLA ആയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KK ശൈലജ എന്ന് വിളിച്ചു വെക്കാം. മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്നുള്ളതാണ്. മൈ ലൈഫ് ആസ് എ കോംറേഡ്, അതാണ് ആത്മകഥയുടെ പേര് കേട്ടോ. യെസ്, മൈ ലൈഫ് ആസ് എ കോംറേഡ്. പച്ചവെള്ളം പോലെ, അങ്ങനെ ആക്കിയാലോ? അപ്പൊ മുൻ, അതിന് പല അർത്ഥങ്ങളുണ്ട് അല്ലെ? പച്ചവെള്ളം പോലെ എന്ന് പറഞ്ഞു കഴിയുമ്പോ അപ്പോ മുൻ മന്ത്രി KK ശൈലജയുടെ ആത്മകഥയുടെ പേര് മൈ ലൈഫ് ആസ് എ കോംറേഡ്. 2023 മാർച്ചിൽ അന്തരിച്ച മലയാള സിനിമാ നടനും മുൻ MP-യുമായിരുന്ന ഇന്നസെന്റ് ചേട്ടന്റെ ആത്മകഥയുടെ പേര് ചിരിക്ക് പിന്നിൽ. ചിരിക്ക് പിന്നിൽ. ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ ഇപ്പോഴും പെൻഡുലമാണ് അല്ലെ? ജീവിതം ഒരു പെൻഡുലമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. അദ്ദേഹത്തിന് കുറെ അധികം അവാർഡുകൾ കിട്ടിയ ആത്മകഥയാണ്, അതും ഇമ്പോർട്ടന്റ്. അപ്പോ KK ശൈലജയുടെ ആത്മകഥയുടെ പേരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ KK ശൈലജയുടെ ആത്മകഥയുടെ പേരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ മൈ ലൈഫ് ആസ് എ കോംറേഡ്. 2021 മാർച്ചിൽ അന്തരിച്ച മലയാള സിനിമാ നടനും MP-യുമായിരുന്ന ഇന്നസെന്റ് ചേട്ടന്റെ ആത്മകഥയുടെ പേര് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നസെന്റ് ചേട്ടന്റെ ആത്മകഥയുടെ പേര് ചിരിക്കു പിന്നിൽ. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ജീവിതം ഒരു പെൻഡുലം എന്ന് പഠിച്ചു. ജീവിതം ഒരു പെൻഡുലം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറ, സെക്കൻഡ് ഹാഫ് ആരുടെ ആത്മകഥയായിരുന്നു? സെക്കൻഡ് ഹാഫ് സ്പോർട്സ് കൗൺസിലിന്റെ അല്ലെ? യെസ്, ഇന്ത്യൻ മുൻ ഫുട്ബോൾ താരവും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ U ഷറഫ് അലി എന്ന് വെച്ചു. കല്യാൺ ജ്വല്ലേഴ്സിന്റെ സ്ഥാപകനായ TS കല്യാണരാമന്റെ ആത്മകഥയുടെ പേരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ദി ഗോൾഡൻ ടച്ച്. കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവം. കുഞ്ഞാമന്റെ, സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായ കുഞ്ഞാമന്റെ ആത്മകഥ കുഞ്ഞാമൻ എതിര് അല്ലെ? യെസ്, ഇനി കരസേന മേധാവിയായിരുന്ന ജനറൽ മനോജ് മുകുന്ദ് നരവനയുടെ ആത്മകഥ മനോജ് മുകുന്ദ് നരവന, ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. കിട്ടൂലേ? പിന്നെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ആരുടെയാണ്? യെസ്, ഗാഡ്ഗിൽ, മാധവ് ഗാഡ്ഗിലിന്റെ കേട്ടോ. ചിരിക്കു പിന്നിൽ നമ്മൾ പഠിച്ചതാണ്, ഇതും നമ്മൾ പഠിച്ചതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ജീവിതം ഒരു പെൻഡുലം എന്നും പഠിച്ചു കേട്ടോ. ജീവിതം ഒരു പെൻഡുലം. ഇനി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ
ആത്മകഥ. അറിഞ്ഞതും അറിയാത്തതുമാണ് രമേശ് ചെന്നിത്തലയുടെ എങ്കിൽ, ആത്മകഥയാണ് കെ എം മാണിയുടെ എങ്കിൽ, ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി. കാലം സാക്ഷി. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി കെ എം വാസുദേവൻ നമ്പൂതിരിയുടെ ആത്മകഥയുടെ പേര് രേഖകൾ. നമ്പൂതിരിയുടെ രേഖകൾ. ഓക്കെ, യെസ്, രേഖകൾ കേട്ടോ. രേഖകൾ. രേഖകൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഒരു തിരി കത്തിച്ചു വെച്ചിരിക്കുന്നു. യെസ്, ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ആർട്ടിസ്റ്റ് നമ്പൂതിരി. യെസ്, രേഖകൾ എന്നിനോട് ചെയ്തു. രേഖകൾ. അപ്പൊ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേതുവിന്റെ ആണെന്ന് പഠിച്ചു നോക്കാം. സി കെ ജാനുവിന്റെ ആത്മകഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, സി കെ ജാനു. അടിമമക്ക എന്ന് പഠിച്ചു വെക്കാം. നമ്പൂതിരി, ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥ രേഖകൾ എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. രേഖകൾ. ലീലാവതി, ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥ. ലീലാവതി. ധ്വനിയിലെ ധ്വനി അല്ലെ, ലീലാവതി. ലീലാവതിയുടെ ആത്മകഥ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്വനിപ്രയാണം എന്ന് പഠിച്ചു കേട്ടോ. ധ്വനിപ്രയാണം. അപ്പോ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി എന്ന് വിളിച്ചു കേട്ടോ. കാലം സാക്ഷി എന്ന് വിളിച്ചു. ഇനി നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ദേവകി നിലയങ്ങോടിന്റെ ആത്മകഥ നഷ്ടബോധങ്ങളില്ലാത്ത ഒരു അന്തർജനത്തിന്റെ ആത്മകഥ. നഷ്ടബോധങ്ങളില്ലാത്ത ഒരു അന്തർജനത്തിന്റെ ആത്മകഥ. ഓക്കെ, സ്ത്രീകൾ, നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ദേവകി നിലയങ്ങോടിന്റെ ആത്മകഥ നഷ്ടബോധങ്ങളില്ലാത്ത ഒരു അന്തർജനത്തിന്റെ ആത്മകഥ. മുൻ DGP ഹേമചന്ദ്രന്റെ ആത്മകഥ. എവിടെ നീതി? എവിടെ അശോകൻ? എവിടെ നിങ്ങളുടെ വണ്ടിയൊക്കെ എവിടെ ചോദിച്ച പോലെ യെസ്, എന്താണ്? DGP ആണ്. നീതി എവിടെ? നീതി എവിടെ? നീതി എവിടെ? ഹേമചന്ദ്രന്റെ ആത്മകഥയാണ്. യെസ്, നീതി എവിടെ? മുതിർന്ന CPI നേതാവും മുൻ മന്ത്രിയുമായിരുന്ന സി ദിവാകരന്റെ ആത്മകഥ കനൽ വഴികളിലൂടെ. ദിവാകരൻ കനൽ കേട്ടോ. ദിവാകരൻ കനൽ. കരൻ. ഓക്കെ, ദിവാകരൻ കനൽ വഴികളിലൂടെ എന്ന് നോട്ട് ചെയ്തു. ഹേമചന്ദ്രൻ, മുൻ DGP ഹേമചന്ദ്രന്റെ ആത്മകഥ നീതി എവിടെ? ദേവകി നിലയങ്ങോടിന്റെ ആത്മകഥ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടബോധങ്ങളില്ലാത്ത ഒരു അന്തർജനത്തിന്റെ ആത്മകഥ. അപ്പോ സെക്കൻഡ് ഹാഫ് ആരുടെ ആത്മകഥയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്കൻഡ് ഹാഫ് ആരുടെ ആത്മകഥയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷറഫ് അലി എന്ന പോയിന്റ് വിളിച്ചു നോക്കുക. ISRO ചെയർമാൻ ആയിരുന്ന S സോമനാഥന്റെ ആത്മകഥ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, S സോമനാഥന്റെ ആത്മകഥ നില എന്തായിരുന്നു? യെസ്, അത് പിൻവലിച്ചു അല്ലേ? നിലാവ് കുടിച്ച സിംഹങ്ങൾ. സി കെ ജാനുവിന്റെ ആത്മകഥ അടിമമക്ക എന്ന് വിളിച്ചു വെക്കാം അല്ലെ? അടിമമക്ക എന്ന് വിളിച്ചു വെക്കാം. ഓക്കെ, യെസ്. ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥ ധ്വനിപ്രയാണം. ബ്രിട്ടീഷ് രാജകുമാരൻ ഹാരിയുടെ ആത്മകഥ സ്പെയർ. അമേരിക്കൻ നോവലിസ്റ്റ് JR മോറിങ്ങുമായി ചേർന്നാണ് ഹാരി ആത്മകഥ എഴുതിയത്. സ്പെയർ കേട്ടോ. ബ്രിട്ടീഷ് രാജകുമാരൻ ഹാരിയുടെ ആത്മകഥ സ്പെയർ എന്ന് വിളിച്ചു. സ്പെയർ. ഇത് PSC ചോദിച്ച ചോദ്യമാണ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞിലയുടെ ആത്മകഥ ഒരു ഗോളിയുടെ ആത്മകഥ കേട്ടോ. യെസ്, വിക്ടർ മഞ്ഞില ഒരു ഗോളിയുടെ ആത്മകഥ എന്ന് വിളിച്ചു കേട്ടോ. യെസ്, അപ്പൊ ഒരു ഗോൾ പോസ്റ്റിനിടയിൽ കുറെ മഞ്ഞ ഇലകൾ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക കേട്ടോ. മഞ്ഞ ഇല കേട്ടോ. ഗോൾ പോസ്റ്റിലാണ് ഒരു ഗോളിയുടെ ആത്മകഥ കേട്ടോ. ഒരു ഗോളിയുടെ ആത്മകഥ വിക്ടർ മഞ്ഞിലയുടെ ആത്മകഥ. യെസ്, മഞ്ഞ ഇലയാണ് ഒരു ഗോളിയുടെ ആത്മകഥ എന്ന് പഠിച്ചു കേട്ടോ. യെസ്, അത് ചിത്രം സങ്കല്പിച്ചാൽ മതി, ഉത്തരം ഓട്ടോമാറ്റിക് കിട്ടും. നോക്കിക്കോ നിങ്ങൾ. പറ്റുന്നുണ്ടോ?
അപ്പൊ ഡോക്ടർ എം ലീലാവതി ധ്വനിപ്രയാണമാണെങ്കിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥ രേഖകളിൽ നിന്ന് പഠിച്ചു പോകാം. മുൻ DGP ഹേമചന്ദ്രന്റെ ആത്മകഥയോ? ഹേമചന്ദ്രന്റെ ആത്മകഥ നീതി എവിടെ? ഓക്കെ. ഇനി CPI നേതാവ് മുൻമന്ത്രിയുമായിരുന്ന C ദിവാകരന്റെ ആത്മകഥ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C ദിവാകരന്റെ ആത്മകഥ കനൽ വഴികളിലൂടെ എന്ന് പഠിച്ചു പോകാം കേട്ടോ. കനൽ വഴികളിലൂടെ എന്ന് പഠിച്ചു പോകാം. ഗോത്ര മഹാസഭ അധ്യക്ഷനും പ്രമുഖ വനവാസി നേതാവുമായിരുന്ന CK ജാനുവിന്റെ ആത്മകഥ അടിമമക്ക. കുഞ്ഞാമന്റെ ആത്മകഥ കുഞ്ഞാമനെതിരെയാണ് അല്ലെ, എതിരെ എന്ന് വിളിച്ചു വെക്കാം. ഓക്കെ. മുൻ കരസേനാ മേധാവ് ജനറൽ മനോജ് മുകുന്ദ് നരവനയുടെ ആത്മകഥ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് വിളിച്ചു വെക്കാം. KM മാണിയുടെ ആത്മകഥ ആത്മകഥയാണ്. വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയുടെ ആത്മകഥ അതിജീവനമാണ് അല്ലെ. യെസ്. ഓക്കെ. പിന്നെ 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 നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി. ഇന്നസെന്റ് ഏട്ടന്റെ ആത്മകഥ ചിരിക്കു പിന്നിൽ കേട്ടോ, ചിരിക്കു പിന്നിൽ എന്ന് പഠിച്ചു നോക്കാം. ഓക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. PDF-ൽ കുറച്ചും കൂടി ഉണ്ട്, കുറച്ചും കൂടി അധികം ഫാക്ടുകൾ PDF-ൽ കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂറിൽ നമ്മൾ ഇവിടെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഓക്കെ. ഇന്ന് രാത്രി 10 മണിക്ക് ശ്രദ്ധിച്ചു കേൾക്കണേ. കേരളം ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു ലൈവ് ക്ലാസ് ഉണ്ട് കേട്ടോ. കേരളം ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്കില് ഒരു ലൈവ് ക്ലാസ് ഉണ്ട്. ഞാൻ തന്നെയാണ് എടുക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ക്ലാസ്സിലേക്ക് വരാൻ ശ്രമിക്കുക. ഒരു ചെറിയ പോർഷൻ ആയിരിക്കും, ഒരു 20 മിനിറ്റിന്റെ അല്ലെങ്കിൽ ഒരു 25 മിനിറ്റിന്റെ പോർഷൻ ആയിരിക്കും. എല്ലാവരും ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെറിയ ഒരു ഏരിയ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമ്മളെ കേരളം ഭരണ സംവിധാനവും സുപ്രധാന നിയമങ്ങളും കൂടിയും എവിടെ കിട്ടും? സുപ്രധാന നിയമവും കേരളം ഭരണ സംവിധാനം ടോട്ടൽ 299 രൂപ മാത്രം പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ കോഴ്സ് ലഭിക്കുന്നതാണ്. നമ്മൾ 15-ാം തീയതി കേട്ടോ, ഫെബ്രുവരി 15-നാണ് നമ്മുടെ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നുള്ളതൊക്കെ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഒപ്പം നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സും കൂടി നിങ്ങൾക്ക് കാണാം. ഓക്കെ. അപ്പോ എല്ലാവർക്കും ഇന്നത്തെ രാത്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സിൽ ഇന്ന് നമ്മൾ പഠിച്ച പുസ്തകങ്ങളും ഈ പറയുന്ന ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ചിട്ട് റിവിഷൻ ചെയ്തിട്ട് നാളെ വരിക. നിങ്ങൾ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിന്റെയൊക്കെ ക്ലാസ്സുകൾ വരുന്നതാണ് കേട്ടോ. ഓക്കെ. 29-ാം തീയതി വരെ ഇവിടെ ലൈവ് ക്ലാസ് ഉണ്ടാവും. മാർച്ച് 4-ാം തീയതി ഇതിനെ തുടർച്ചയായിട്ടുള്ള നമ്മുടെ മെയിൻ കോഴ്സ് ആരംഭിക്കുകയാണ്. അതിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അത് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 7510-116655 എന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. ഞാൻ പറഞ്ഞു കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, കറണ്ട് അഫയേഴ്സ് 10 മാർക്ക് 20 മാർക്ക് ആണെങ്കിൽ ഒരു 40 മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ GK കൂടി കണക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്നോട് കുറെ പേര് ചോദിച്ച പോലെ സ്പോർട്സിന്റെ ക്ലാസ് ഇനി ഉണ്ടാവില്ല, കലാസാഹിത്യത്തിന്റെ ക്ലാസ് ചോദിച്ചിരുന്നു, അത് ഇനി ഉണ്ടാവില്ല, എക്കണോമിക്സിന്റെ ക്ലാസ് ചോദിച്ചിരുന്നു, അത് ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ. ഇതിലൊക്കെയുള്ള GK കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും GK ഓറിയന്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും കേട്ടോ. ഓക്കെ. അപ്പോ മാർച്ച് 4-ന് തുടങ്ങുന്ന കോഴ്സ് പച്ചവളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അടുത്ത പരീക്ഷയ്ക്ക് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൽ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തും. ഓക്കെ. കുറെ കാര്യങ്ങൾ SCERT NCERT കണക്റ്റഡ് ആയിട്ടുള്ള റെയർ ഫാക്ടുകളെ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം നമ്മൾ അതിലൂടെ കൊണ്ടുവരും. അപ്പൊ അതൊക്കെ കുറെ പ്ലാനുകൾ ഉണ്ട്. ഫീസ് ഇതെല്ലാം കൂടി 6 മാസ കോഴ്സിന് 499 രൂപയാണ് ഫീസ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് 2023 മുതൽ 24 വരെ ഉള്ളതിലെ ഡെയിലി മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഓരോ ഡേയ്സിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ പോകും. പിന്നെ 21ഉം 22ഉം ടോപ്പിക് വൈസ് ആവശ്യമുള്ളത് കൂട്ടിച്ചേർക്കും. തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും PSC ബുള്ളറ്റിൻ ഇതുവരെയുള്ളതും എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പത്രവാർത്തകളൊക്കെ ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോഴ്സ് ആണ്. അതിൽ ഒരുപാട് കാര്യങ്ങളും വേറെ ഉണ്ടാവും കേട്ടോ. ഓക്കെ. അപ്പോ താല്പര്യമുള്ള ആളുകൾ, പിന്നെ ഈ കോഴ്സ് എടുത്ത ആളുകളെ ആ കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ കോഴ്സിലുള്ള PDF-കളും ക്ലാസ്സുകളൊക്കെ ഞാൻ അതിൽ കൂടി ബണ്ടിൽ ചെയ്യും. അപ്പൊ പിന്നെ ഇതിന്റെ എൻഡ് ഡേറ്റിനെ കുറിച്ച് ആരും വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ. അത് എടുക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി. പക്ഷെ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അത്രയും കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ക്ലാസ് ആണ്. ഈ കോഴ്സിലുള്ള വീഡിയോസും പിന്നെ PDF-കളൊക്കെ നമ്മൾ അതിലേക്ക് ബണ്ടിൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.